ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടിനെ തുടർന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് പാത്ത് ഇന്റർനാഷണൽ സ്കൂളിലെ ഹോസ്റ്റലിലുള്ള കുട്ടികളെ മറ്റൊരു ഹോസ്റ്റലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം കൂടി അറിയിക്കുന്നു. സോണൽ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. സോണൽ, മുകളിൽ സ്കൂളുണ്ട്. ഇപ്പോൾ സോണൽ എവിടെയാണ് എത്തിയിരിക്കുന്നത്? സോണൽ ഉള്ളത് ഇപ്പോൾ ഈ മണ്ണിടിയുന്ന സ്ഥലത്തിന് തൊട്ട് മുകൾ ഭാഗത്താണോ സോണൽ ഉള്ളത്? തീർച്ചയായിട്ടും അരുൺകുമാർ, ഞാൻ ആ മുകൾ ഭാഗത്തെ സ്കൂളിന്റെ ഹോസ്റ്റലിന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ദ്രുതഗതിയിൽ ഇവിടെ ഉണ്ടായിരുന്ന ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികളെ സ്കൂൾ ബസ് വഴി ഇവരുടെ തന്നെ മലപ്പുറത്തെ മറ്റൊരു ഹോസ്റ്റലിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സംഭവത്തിന്റെ തീവ്രത മനസ്സിലാക്കാൻ വേണ്ടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ എത്തി ഇവരെ കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിന്റെ ചുമതലയുള്ള വ്യക്തി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെ കുട്ടികളെ മാറ്റുകയാണ് അല്ലേ? കുട്ടികളെ നമ്മൾ റെസിഡൻഷ്യൽ സംവിധാനമായിരുന്നു നമ്മൾ പ്ലസ് ടു, അപ്പോൾ അവർ നമ്മൾ പിന്നെ വേറെ ഇതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നിർദ്ദേശം എന്തായാലും തന്നിരുന്നു ഇന്നലെ രാത്രിക്ക് നമുക്ക് അങ്ങനെ മണ്ണിടിയുന്നതായിട്ട് നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും പിന്നെ നമ്മൾ ശ്രദ്ധയിൽ പെട്ടിട്ടുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെയാണ് നമ്മളിത് അറിയുന്നത്. ഇവരൊക്കെ കുട്ടികളൊക്കെ റെസിഡൻഷ്യൽ ഇതിൽ പഠിക്കുന്ന കുട്ടികളാണ്. വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുണ്ട് നമുക്കിവിടെ. നമുക്ക് ഏകദേശം ഒരു 200ഓളം കുട്ടികൾ ഹോസ്റ്റലുണ്ട്. ഇപ്പൊ നിലവിൽ എത്ര കുട്ടികൾ? എല്ലാവരും വീട്ടിലുള്ള ഈ ഒരു +1 +2 ബാച്ചിലെ കുട്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി കുട്ടികളുണ്ട് ഒരു 30 കുട്ടികൾ. അവരെ ഈ ഒറ്റ ട്രിപ്പിളായിട്ട് മാറ്റാൻ വേണ്ടി കഴിയുമോ? അതിൽ പിന്നെ കൊണ്ടുപോകാൻ പറ്റുന്നേ ഉള്ളൂ. ഒരു മിനിറ്റ്. നിലവിൽ അരുൺകുമാർ, +1 +2 ബാച്ചുകളിലെ കുട്ടികൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഹോസ്റ്റൽ സൗകര്യം 200 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. പക്ഷേ തുടർച്ചയായിട്ടുള്ള അവധി കാരണം ആ കുട്ടികളെല്ലാം തന്നെ വീട്ടിലാണ്. പക്ഷേ +1 +2 വിദ്യാർത്ഥികൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അത് 30ഓളം വരുന്ന കുട്ടികളാണ്. അവരെയാണ് ഇപ്പോൾ ഇതാ സ്കൂൾ ബസ്സിൽ ആദ്യ ബാച്ച് പോയി കഴിഞ്ഞു. അടുത്ത വാഹനത്തിൽ കുട്ടികളെ മാറ്റും എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എത്ര കുട്ടികൾ ഇനി നമുക്ക് ഇവിടെ ഉണ്ട്? ഇനി ആരും ഇല്ല, ഇനി എല്ലാവരും പോയി, എല്ലാ കുട്ടികളും പോയിട്ടുണ്ട്. ഈ കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ഇതിപ്പോ എത്ര വർഷമായി ഈ സ്കൂൾ പ്രവർത്തിക്കുന്നു എന്ന് ചോദിക്കാമോ? എത്ര വർഷമായി ഈ സ്കൂൾ ഇവിടെ പ്രവർത്തിക്കുന്നു? 12 വർഷമായിട്ടുണ്ടാവും. 12 വർഷമായിട്ടില്ല. ഈ 4 വർഷം മുമ്പ് താഴത്തതുപോലെ സമാന രീതിയിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ നാട്ടുകാർ. ഇല്ല, എനിക്കതിനെ പറ്റി അറിയില്ല. 12 വർഷമായിട്ട് ഇവിടെ സ്കൂൾ പ്രവർത്തിക്കുന്നു. ഈ ഹോസ്റ്റൽ സൗകര്യം ഉൾപ്പെടെ ഉള്ളതാണല്ലോ. അതെ, ശരി, ഓക്കെ. വളരെ ഫ്രജൈലായ ഒരു പ്രദേശമാണ്. എങ്ങനെയാണ് ഈ സ്കൂളിന് ഇവിടെ പെർമിഷൻ കിട്ടിയെന്നത് പോലും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ മുബഷീർ അവിടെ ഉണ്ട്. മുബഷീർ, ഈ ചിത്രം ആദ്യത്തെ മണ്ണിടിഞ്ഞ് വീഴുന്ന ദൃശ്യം ഇന്ന് പകർത്തിയ സുഹൃത്ത് ഇപ്പോൾ മുബഷീറിനോടൊപ്പമുണ്ട്.